അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നേക്കണത്. ഞാനും ചിന്നും കൂടെ വെറുതെ ഇരുന്നപ്പോഴത്തേനും ഒന്ന് അരീക്കൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഒരു 1:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് വഴിയൊന്നും അറിയണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോഴത്തേനും ഒരു 2:30 ആയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ലാസ്റ്റ് അതിൻ്റെ അകത്തേക്കൊക്കെ കയറി. പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും പോയിട്ടില്ലാത്തവരെന്തായാലും പോയി നോക്കാം കേട്ടോ. ഞാനും ചിന്നും കൂടെ രണ്ടുപേരും മാത്രം കുറച്ച് നേരം ഇവിടേക്ക് അയ്യാ നല്ല തണുപ്പ്. ഉരുണ്ട് വീഴല്ല. ചെരുപ്പ് ആരും കൊണ്ടുപോകില്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ എന്താ വണ്ടിക്കല്ല വന്നത്? അവർ വെള്ളത്തിൻ്റെ തടിക്കൊടുക്കി. ഞാനിവിടെ മരത്തിൻ്റെ നടുക്ക്. ഞങ്ങളിവിടെ അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ വന്നേക്കുവാണ്. ഞങ്ങളിവിടെ 2 പേരും മാത്രം, ബാക്കി എല്ലാവരും കുറേ പേരായിട്ട് വന്നേക്കും. ആ കല്ലിൽ പിടിച്ചിട്ട് പോകും. ആ കല്ലിൽ പിടിക്കും. എന്നിട്ട് അവിടെ പോയി അവിടെ നിറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ. കാലിലൊക്കെ ഇങ്ങനെ കൊത്തണുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് അവിടെ ഒരു കൈവരി കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാൻ പോയിട്ട് അപ്പുറത്തെ സൈഡിലും ഒരു മറ്റേ എൻട്രൻസ് ഉണ്ട്. അരുവിക്കൽ വാട്ടർഫോൾസിലാട്ടാണ് വന്നേക്കണത്. ഇവിടെ അടിപൊളിയാണ് ഗൈസ്. എങ്ങനെ പറയണ്ടേന്ന് പോലും അറിയില്ല. ആ വെള്ളത്തിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല സൂപ്പറാട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി അടുത്ത നമ്മൾ പോണത് പാഴൂരാട്ടോ. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീട് അങ്ങനെ നമ്മൾ പാഴൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയ വഴിക്കേ നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് പോയത് ഇവിടെ വന്നിട്ടേ പോകുള്ളൂ എന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാട്ടോ ആദ്യം രണ്ടാമത് പോയത്. അപ്പോൾ ഗൈസ് നമ്മൾ പാഴൂർ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ടൊക്കെ. അവിടെ ഈ തൃപ്പൂണിത്തുറ വഴി പോണവർക്കാണെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് പോണവർക്കാണെങ്കിൽ നല്ല എളുപ്പമാട്ടോ. നമുക്ക് 2 സ്ഥലത്തും കയറി ഇറങ്ങിപ്പോകും. ഉച്ചക്ക് പോയിട്ട് ഞങ്ങൾ ഒരു വീട്ടിൽ ഒരു 6:30 ആയപ്പോൾ എത്തി. നല്ല സൂപ്പറായിരിക്കും. അങ്ങോട്ട് പോകാനായിട്ടും ഇങ്ങോട്ട് വരാനായിട്ടും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കാണുകയും ചെയ്യാം. നമ്മൾ എവിടെയാണ് നിൽക്കണേന്ന് വെച്ചാൽ എവിടെയാണ് പറയടി. ഇനി അപ്പുറത്തൊരു തൂക്കുവാലും ഉണ്ട്. അവിടെയും കൂടി ഒന്ന് കയറണം പോയിട്ട്. അപ്പോൾ അവിടെയും കൂടി പോയി ഒന്ന് കയറണം. ഇവിടെ നിന്ന് നോക്കി ഇത് കാണാൻ പറ്റുന്നുണ്ടോ ആ അറ്റത്ത്? അപ്പം അതും കൂടെ കയറി കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിവിടെ താഴെ ഇറങ്ങിയിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ചേട്ടന്മാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകണ്ട, ബാക്കിയുള്ളതൊക്കെ കാണാം. എവിടെ പോണേ? അങ്ങനെ നമ്മൾ ഫൈനലി തൂക്കുവലത്തിൽ കയറി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാരണം അടിപൊളിയാണ് കേട്ടോ ഗൈസ്. എന്തായാലും പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് നോക്കണം കേട്ടോ. ഇവിടെ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു അമ്പലത്തിലെ പാട്ടും ആ ഒരു വെയിലും ഉണ്ടാവില്ല. നല്ലൊരു വൈബായിരിക്കും. നന്നായിട്ട് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.